ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കഥയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇതേപോലെ വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി, അദ്ദേഹം തന്റെ മുറ്റത്തുള്ള സിറ്റ് ഔട്ടിൽ ഒരു കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെള്ളം കയറി വരുന്ന അദ്ദേഹം കാണുന്നുണ്ട്, എന്നാൽ അദ്ദേഹമായി ഒന്നും ചെയ്യുന്നില്ല. ഈ സമയത്ത് കുറച്ച് കൂട്ടുകാർ വരികയും ആ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, സുഹൃത്തെ, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വെള്ളപ്പൊക്കം ആയി കഴിയുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ഏതാണ്ട് കയറി ഈ അവസ്ഥയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറി. ഫസ്റ്റ് ഫ്ലോറിൽ കയറി നിൽക്കുന്ന സമയത്ത് കുറച്ച് പേർ ബോട്ടിൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾ എത്രയും വേഗം ഈ ബോട്ടിലേക്ക് കയറൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്, ദൈവം എന്നെ രക്ഷിക്കും, എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം വീണ്ടും കയറി ഒന്നാമത്തെ നിലയുടെ ഉപരിയിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് ഇദ്ദേഹം വീടിന്റെ ഏറ്റവും മുകളിൽ കയറി ഇരിപ്പായി. ഈ സമയത്ത് ഹെലികോപ്റ്ററിൽ വന്ന കുറച്ച് പട്ടാളക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഹെലികോപ്റ്ററിലേക്ക് കയറൂ, ഞങ്ങൾ ഈ ലാഡർ ഇട്ട് തരാം, ലാഡറിൽ ചവിട്ടി നിങ്ങൾ മുകളിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം വരാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എന്നെ ദൈവം രക്ഷിക്കുമെന്ന്. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം കണ്ടമാനം കണ്ട് ഉയരുകയും ആ വീട് വെള്ളത്തിൽ മുങ്ങുകയും ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് പതുക്കെ മുങ്ങി താഴുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മരിച്ചു. മരണശേഷം അദ്ദേഹം ഈശ്വരന്റെ അടുത്ത് ചെന്നിട്ട് ഈശ്വരനോട് ചോദിച്ചു, ഈശ്വര, ഞാൻ ഭൂമിയിൽ ജീവിച്ച ഓരോ നിമിഷവും നിന്നെ പ്രാർത്ഥിച്ച് ജീവിച്ചവനാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തന്നത്? ഈ സമയത്ത് ഈശ്വരൻ പറഞ്ഞ മറുപടി ഇതാണ്, നിന്റെ മുന്നിലേക്ക് ആദ്യം കുറച്ച് സുഹൃത്തുക്കളുടെ രൂപത്തിൽ വന്നത് ഞാൻ തന്നെയാണ്, അതിനുശേഷം വന്നതും ഞാൻ തന്നെയാണ്, പിന്നീട് പട്ടാളക്കാരുടെ രൂപത്തിൽ ഹെലികോപ്റ്ററിൽ വന്നതും ഞാൻ തന്നെയാണ്. കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാത്ത നീ എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ അർഹനല്ലാന്ന്. സുഹൃത്തുക്കളെ, ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല രീതിയിൽ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാനും അവയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയം നേടിയെടുക്കാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.